ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കുർത്തിയിൽ ഹാൾട്ടറിനൊക്കെ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 മീറ്ററിൻ്റെ നൈറ്റി മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇത്. അപ്പം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് പാർട്ടാണ്. അപ്പോൾ തുണി ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 47 ഇഞ്ചാണ്. അതിൻ്റെ താഴെയായിട്ട് ടോപ്പിൻ്റെ താഴെയായിട്ട് ചെറിയ പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഫ്രോക്ക് നൈറ്റിയിലൊക്കെ കാണുന്ന പോലെ. അപ്പം 44 ഇഞ്ചിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി 3 ഇഞ്ച് നമ്മൾ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത്, ഷോൾഡറിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം 9 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 11 ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈക്കുഴീൻ്റെ ഇവിടെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അരേൻ്റെ അവിടുത്തെ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ നീളം വരുന്നത് 14 ഇഞ്ചാണ്. അവിടുത്തെ വണ്ണം വരുന്നത് 7 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 9 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഇതുപോലെ സ്കെയിൽ വെച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. താഴെ ഭാഗത്ത് നമ്മൾ എലൈൻ മോഡലിൽ നമ്മൾ വരച്ച് കൊടുക്കാറില്ല, അതുപോലെ ചരിച്ച് താഴേക്ക് വരച്ച് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗത്ത് സൈഡ് വശം തൂങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 2.5 ഇഞ്ചിലോ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ തുണി 2ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് സ്ക്വയർ ഷേപ്പിൽ വരച്ച് കൊടുക്കാം. ഇതിൻ്റെ നെക്കിൻ്റെ മാർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ അതായത് 1 ഇഞ്ചിൽ നമ്മളിത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ചിൽ അതും സ്കെയിൽ വെച്ചൊന്ന് വരച്ച് കൊടുക്കാം. അതായത് ഫ്രണ്ട് പോർഷനിലും അതായത് 3 ഇഞ്ച് അധികമാണ് ബാക്ക് പാർട്ടിനെക്കാട്ടിലും വരുന്നത്. നെക്കിൻ്റെ അവിടുത്തെ നീളം 3 ഇഞ്ച് അധികം വരുന്നുണ്ട്. ഇനി നമുക്ക് ആ 3 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് താഴത്തേക്ക് 7 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് അധികം വണ്ണുള്ളവരാണെങ്കിൽ ഒരു 7.5 ഇഞ്ച് എടുത്ത് കൊടുക്കണം. തലവഴി തുണി ഇറങ്ങിപ്പോകണമല്ലോ, അതിന് വേണ്ടിയിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 7 ഇഞ്ചിൽ നിന്ന് മുകളിലേക്ക് ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് പുറത്തേക്കായിട്ട് അവിടെ 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് റൗണ്ട് ഷേപ്പാണ് വേണ്ടതെങ്കിൽ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ആലില ഷേപ്പിലാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി അതിൻ്റെ പുറത്തേക്കായിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിൽ വരച്ചു കൊടുക്കണം. അത് ക്യാൻവാസിൽ ആണ് അങ്ങനെ ചെയ്തെടുക്കേണ്ടത്. ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. പിന്നെ ഈ നമ്മൾ 3 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തില്ലേ, അതിന് കറക്റ്റായിട്ട് വേണം നമ്മൾ ഈ ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തില്ല, അവിടെ നിന്ന് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. മനസ്സിലായല്ലോ? കറക്റ്റ് നമ്മൾ 3 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അതിന് കറക്റ്റായിട്ട് വേണം നമ്മൾ ഈ ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ലൈനിൽ കൂടി വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. നമുക്കത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ബാക്ക് പാർട്ടിനെക്കാട്ടിലും 3 ഇഞ്ച് അധികമാണ് നമ്മൾ നെക്ക് നീളം എടുത്ത് കൊടുത്തിട്ടുള്ളത്. ഹാൾട്ടർ നെക്ക് ആയതുകൊണ്ട് 3 ഇഞ്ച് അധികമാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. നോർമൽ കുർത്തിനൊക്കെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ വ്യത്യാസം വരുന്നത് അതാണ്.
ഫ്രണ്ട് പോർഷനിൽ 3 ഇഞ്ച് അധികമായിട്ട് വരും. അങ്ങനെ നമ്മളിതാ 2 പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സ്ലീവ് ഇതുപോലെ 4ആയിട്ട് മടക്കി കൊടുക്കാം. എത്രയാണോ നീളം വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പഫ് സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 3 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഒരു ചെരിച്ചൊരു ലൈൻ വരച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. സ്ലീവിൻ്റെ അവിടുത്തെ വണ്ണം 5 ഇഞ്ചാണ്, പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് വരച്ച് കൊടുക്കാം. ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ മുകളിലും താഴെയായിട്ട് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ കട്ടിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഫ്രണ്ടിൽ മാത്രം ഇതുപോലെ ഒരു 1/4 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ചുളിവൊന്നും ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ക്യാൻവാസിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ക്യാൻവാസ് ഇതുപോലെ 2ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി ഒരു 4.5 ഇഞ്ചോളം എടുക്കാം. അതിൻ്റെ ഇറക്കം വരുന്നത് ഒരു 11.5 ഇഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരത്തെ തുണിയിൽ മാർക്ക് ചെയ്തില്ല അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച്, നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ച്. അതൊന്ന് സ്ക്വയർ ഷേപ്പിൽ വരച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ അറ്റത്ത് നിന്ന് ഈ ഫോൾഡഡ് ആയിട്ടുള്ള സൈഡിൽ നിന്ന് നമ്മളൊരു 1 ഇഞ്ചിൽ ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് സ്കെയിൽ വെച്ച് വരച്ച് കൊടുക്കാം. ഇനി നമ്മൾ ആ 3 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് താഴത്തേക്കൊരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ ടേപ്പിൻ്റെ അറ്റം വശം കട്ടായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു 1/4 ഇഞ്ചിൽ ഇറക്കി വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ 7 ഇഞ്ചിൽ നിന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് നമ്മളൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം. കറക്റ്റ് ഇതായി ഈ ഒരു ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത്, റൗണ്ട് ഷേപ്പാണെങ്കിൽ റൗണ്ട് ഷേപ്പ്, പിന്നെ ഏതെങ്കിലും ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായുള്ള ആ ഒരു മോഡലിൽ നിങ്ങൾക്ക് വരച്ച് കൊടുക്കാം. ഞാനിതാ ഈ ഒരു ഷേപ്പിലാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ പുറത്തായിട്ടൊരു 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതിൻ്റെ പുറം വശം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നെക്കിൻ്റെ നമുക്കതിൻ്റെ ഉൾവശം കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ടിങ് കഴിഞ്ഞത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ക്യാൻവാസ് കട്ട് ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി ഇതൊരു ലൈനിങ് ക്ലോത്തിൽ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. സെയിം ക്ലോത്ത് തന്നെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. എനിക്കത് തുണി തികയാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ എടുത്തിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പുറത്തേക്ക് കാണുന്നൊന്നുമില്ല. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിതാ ഇതുപോലെ തുണി കട്ട് ചെയ്ത് കൊടുക്കാം. അത് മടക്കി തയ്ച്ച് കൊടുക്കാം. ചുറ്റിലും ഇതുപോലെ വെച്ചിട്ട് മടക്കി തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ല, അതായത് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ചിട്ട് സെൻറ്റർ നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണം. 2ൻ്റെയും സെൻറ്റർ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിന് നല്ല വശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഇതുപോലെ വെച്ച് പിൻ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതിൻ്റെ സൈഡിൽ കൂടി വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന തുണിയൊക്കെ കട്ട് ചെയ്ത് മാറ്റാം.
ചെറിയ ചെറിയ കട്ടിങ്ങൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സാധാരണ നെക്ക് പോലെ തുണി ഈ ഒരു പോർഷൻസ് മറിച്ചിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡ് ഇതുപോലെ വിടർത്തി കൊടുത്തതിന് ശേഷം രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വെച്ച് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. കാരണം ഹാൾട്ടറിനൊക്കെയല്ലേ ചെയ്യുന്നത്. കറക്റ്റ് ഇതുപോലെ വിടർത്തി വെച്ചിട്ട് രണ്ടും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുക, ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ. അപ്പോൾ ഇതുപോലെ വരും. ഇതുപോലെയാണ് കിട്ടുന്നത്. അതിനെ നമ്മൾ ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ പോർഷൻസിന് നമുക്ക് ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് ഹെം ചെയ്തെടുത്താൽ മതിയാവും. സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അത് ഭംഗിയാവില്ല, മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഭംഗിയാവില്ല. പിന്നെ നമ്മൾ അതിൻ്റെ നല്ല വശവും ബാക്ക് പോർഷൻ്റെ നല്ല വശവും ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ചുളിവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് നിങ്ങൾ വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇത്രയും വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഹെം ചെയ്ത് കൊടുത്താൽ മതിയാവും. നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തും കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് തന്നെ നെക്ക് വന്നിട്ടുണ്ട്. അതിനുള്ളിൽ ഹെം ചെയ്യുമ്പോൾ ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഹെം ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത്. സ്ലീവ് ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു പഫ് സ്ലീവ് കൊടുക്കുന്നുണ്ടെന്ന്. ചെറിയ ചെറിയ പ്ലീറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. താഴെ ഭാഗത്തും അതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് താഴെ ഒരു 3 ഇഞ്ച് വീതിയിലുള്ള ഒരു തുണി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 2 സ്ലീവും ചെയ്തെടുത്തിട്ട് വരാം. അത് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. മുകളിലും താഴെയും ചെറിയ പ്ലീറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിൽ വള്ളി കൊടുക്കുന്നുണ്ട്. അപ്പം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെ ഒരു 14 ഇറക്കത്തിൽ വേണം നമ്മൾ ടൈ ചെയ്യാൻ വള്ളി വെച്ച് കൊടുക്കാൻ. അതിന് നീളം ഒരു 14 ഇഞ്ചിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് നമ്മൾ ഷേപ്പ് എവിടെയാണോ കിടക്കുന്നത് അവിടെ നമ്മൾ വെച്ച് കൊടുക്കണം വള്ളി. ഫുള്ളായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് താഴെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു 4 ഇഞ്ച് വീതിയിലുള്ള ഒരു തുണിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് അപ്പം ഇതിൻ്റെ നല്ല വശം തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ചെറിയ പ്ലീറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ.